ഞങ്ങൾ ഇന്നൊരു ടൂർ, 1 ഡേ ടൂറിന് പോവുകയാണ്. ഫ്രാഗ്രന്റ് നേച്ചർ റിസോർട്ട് പരവൂര്. ഞങ്ങൾ എല്ലാവരും കൂടെ 1 ഡേ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു യാത്രയ്ക്ക് പോകുന്നു. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളെയൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ബൈ ബൈ നമ്മുടെ വഴിയിൽ നിന്ന് പോകുന്നത്. കിടക്കണ്ട എല്ലാവരും വണ്ടിയിലോട്ട് കയറുവാനായിട്ട് പോവുകയാണ്. എൻ്റെ കയറുകയാണ്. എല്ലാവരുടെയും ഹസ്ബൻഡുമാരൊക്കെ വെളിയിൽ നിൽപ്പുണ്ട്. അവരോടൊക്കെ യാത്ര പറയുകയാണ് എല്ലാവരും. അവർ പോകുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ്. ലിസി ഇങ്ങനെ എല്ലാവർക്കും ടാറ്റ പറയുന്നു. എല്ലാവരും ഹസ്ബൻഡും ഉണ്ട് വണ്ടിയിൽ. ഞങ്ങൾക്ക് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കണമല്ലോ. ബാക്കി എല്ലാവരും ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് തന്നെയാണ്. എല്ലാവരും വലിയ ത്രില്ലിലാണ്. പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങി. പക്ഷേ പാട്ടൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല. കോപ്പി റൈറ്റിംഗ് ഉണ്ടായതുകൊണ്ട് അത് ഭയങ്കര പ്രശ്നമാണ് യൂട്യൂബിൽ. അതുകൊണ്ടാണ്. വളരെ നല്ല ഭംഗിയുള്ള ഡാൻസൊക്കെ ആയിരുന്നു അവരുടെ. അത് ആ പാട്ടോടുകൂടി കേൾക്കുമ്പോഴാണ് ഒത്തിരി നല്ലത്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിച്ചു. അവരുടെ സന്തോഷം ഇങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത്. അവർക്ക് യാത്രയെന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുള്ള ആൾക്കാരാണ്. നമ്മുടെ അവിടെ വന്നാൽ തന്നെ ഉടനെ പറയും, ടീച്ചറെ നമ്മൾ എന്നാ ഇനി പോകുന്നത്, അടുത്ത യാത്രയ്ക്ക് എന്നാ ചോദിക്കുന്നത്. ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് കന്യാകുമാരിലൊന്ന് പോയിരുന്നു. അപ്പം മുതൽ തുടങ്ങിയതാണ് ഞങ്ങളെയും കൊണ്ടുപോകണം അടുത്ത ട്രിപ്പ്. അങ്ങനെയാണ് ഇപ്പോൾ ഉടനെ വന്നത് ഇവിടെ. അങ്ങനെ ഇവിടെ വന്നെത്തി, റിസോർട്ടിൽ വന്നു. വഴിയൊക്കെ നമ്മൾ ഒരുപാട് എടുത്തായിരുന്നു. അപ്പോൾ ലെങ്ത് ആയിപ്പോയി ഇതെല്ലാം കൂടി ഇതിലിട്ട. അതുകൊണ്ട് നമ്മൾ ഷോർട്ടാക്കി ഇട്ടേക്കുക. ഓരോരുത്തരായിട്ട് ഇറങ്ങുകയാണ്. നല്ല റിസോർട്ടാണ്. ഒരു ട്രഡീഷണൽ ലുക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിക്കുന്നു. എല്ലാവരെയും അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. നല്ല ഭംഗിയുള്ളൊരു റിസോർട്ടാണ്. ഒരു പരമ്പരാഗതമായ ഒരു ലുക്കാണ് അതിനുള്ളത്. നമ്മുടെ കൂടെ വന്ന എല്ലാവർക്കും ഇറങ്ങിയപ്പോഴേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളെവിടെ അവർ എല്ലാവരും പിടിച്ച് ഇരുത്തുകയാണ്. ഓരോരുത്തരായിട്ട് വന്നിരിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടോട്ട് കയറ്റിയേക്കുവാണ്. ഇതാണ് ഞങ്ങൾ വന്ന റിസോർട്ട്. ചുറ്റുമൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം. എല്ലാവരും എത്തിയിട്ടുണ്ട്. നമുക്ക് വെൽക്കം ഡ്രിങ്കുമായിട്ടൊരു ബോയ് വന്നു. അങ്ങനെ ഞങ്ങളെ എല്ലാവരെയും സ്വീകരിച്ച് വളരെ സന്തോഷപൂർവ്വം, നല്ല സ്റ്റാഫുകളായിരുന്നു. അവർ ഞങ്ങളെ വെൽക്കം ചെയ്തിരുത്തി. വെൽക്കം ഡ്രിങ്ക് തന്നു. വെൽക്കം ഡ്രിങ്ക്സ് തന്നു. അതിനകത്ത് ഞങ്ങൾ കയറി. പിന്നെ അത് കുടിക്കുന്നതിൻ്റെ ഒരു ബഹളത്തിലാണ് എല്ലാവരും. അവർക്ക് എല്ലാത്തിനും ഒരു ത്രില്ലാണ്. അവരെന്ത് ചെയ്താലും അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും എൻ്റെ സ്റ്റുഡൻസ്. അതിനെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവരോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാനായാലും എല്ലാം. ഞാൻ അവരിലൊരാളായിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും അവരുമായിട്ട് സഹകരിക്കുന്നത്. അവരെൻ്റെ സ്റ്റുഡൻസ് മാത്രമല്ല, അവരെൻ്റെ സഹോദരിമാരും കൂടിയാണ്. എല്ലാവരും ജ്യൂസ് കുടിക്കുന്ന തിരക്കിലാണ്. ഞങ്ങൾക്കൊരു റൂം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫ്രഷ് ആകാനൊക്കെ ഉള്ള റൂം. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു 10 മണിക്ക് അവിടെ ഇറങ്ങി ഒരു 10:30 10:45 ഇവിടെ എത്തി. പുറം കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്ര നല്ലൊരു സ്ഥലമാണ് നമ്മൾ കണ്ടത്. ഇപ്പം നമ്മൾ നല്ല ചൂടുള്ള സമയത്താണ് ഇവിടെ എത്തിയത്. പക്ഷേ ഇവിടെ നല്ലൊരു തണുപ്പാണ്. നിറച്ച് മരങ്ങളല്ലേ, മരങ്ങളും പൂക്കളും നദികളും കൊണ്ടെല്ലാം വിപുലമായ ഒരു സ്ഥലമാണ്. ഒത്തിരി സന്തോഷം തരുന്നൊരു സ്ഥലം. നമുക്കവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു കാറ്റും കുളിർമയും
എല്ലാം ഉണ്ട് ഇവിടെ. ബോട്ടിങ്ങും പെഡൽ ബോട്ടും ഒക്കെ ഞങ്ങൾക്ക് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ മരങ്ങളുടെ പലതരം ചെടികൾ, കുറ്റിച്ചെടികളും പൂക്കളും എല്ലാം നിറഞ്ഞൊരു സ്ഥലമാണ്. ചെറിയ ചെറിയ ഹട്ട്സ് പോലെ ഈ റിസോർട്ടല്ല, കോട്ടേജാണ് ഇവിടെ. ഇവിടെ ഫുൾ ഡേ നിൽക്കുന്നവരുണ്ട്, നൈറ്റും കൂടെ അവർ സ്റ്റേ ചെയ്യും ഫാമിലി. ഞങ്ങളങ്ങ് റൂമിലോട്ടെല്ലാം സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കാനായിട്ട് പോവുക. ഫാമിലിയായിട്ട് വന്ന് 1-2 ദിവസം താമസിച്ച് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഫോറിനേഴ്സും ഒക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നു. ഇത് എവിടെ നമുക്ക് ഇറങ്ങണം, എവിടെ പോകണമെന്ന് അറിയാൻ പറ്റാത്തൊരു കൺഫ്യൂഷനാണ്. എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങി. അവർ വന്നതേ ഫോട്ടോ എടുക്കാനാണ്. ഭയങ്കര ഫോട്ടോ ഭ്രാന്തികളാണ് എല്ലാവരും, ഞാനുൾപ്പെടെ എല്ലാവരും. എപ്പോഴും ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്കവിടെ വീഡിയോ എടുക്കാനും ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ് അവിടെ. നമുക്കിവിടെ ഒരു ദിവസമൊന്നും പോരാ നമുക്ക് ചുറ്റി കാണാൻ. ഒത്തിരി സ്ഥലമുണ്ട്. ഞങ്ങൾ എല്ലായിടവും ഒന്നും പോയിട്ടില്ലെന്ന് വേണം പറയാൻ. എവിടെയൊക്കെയോ ഉണ്ട് സ്ഥലങ്ങൾ. നമുക്കത് കറങ്ങി ഇതിലെ കൂടെ കയറണം, ഇതിലെ കൂടെ ഇറങ്ങണം എന്നല്ലാതെ ഒരു കൺഫ്യൂഷനായിപ്പോയി. എല്ലാം നല്ല സ്ഥലം, നല്ല വെറൈറ്റി ആയിട്ടുള്ള പല പല കാര്യങ്ങളാണ്, ചെടികളും പൂക്കളും ഒക്കെ അവിടെ നിൽക്കുന്നത്. ഒത്തിരി നല്ലൊരു, നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാൽ ഫാമിലിയായിട്ടും ഹണിമൂൺ ട്രിപ്പിനും ഒക്കെ നമുക്ക് ആസ്വദിക്കാവുന്ന നല്ലൊരു സ്ഥലമാണിത്. ഞങ്ങൾ കൊല്ലത്ത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞതേയില്ല. സത്യത്തിൽ നമ്മുടെ അടുത്താണ്, ഒരു 3/4 മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ എങ്കിലും, പക്ഷേ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ ബ്രദർ, എൻ്റെ കുഞ്ഞമ്മയുടെ മോൻ ഇങ്ങനെ പോയിട്ട് വന്ന്, അവർ സ്കൂൾ ട്രിപ്പ് പഴയ കുട്ടികളെല്ലാം കൂടെ ചേർന്ന് ഇവിടെ വന്നു. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്, നല്ലൊരു സ്ഥലമാണ് ചേച്ചി, ചേച്ചിയുടെ സ്റ്റുഡൻസുമായിട്ട് പോകുന്നത്. അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നത്. ഒരുപാട് ഇഷ്ടമായി. ഒത്തിരി സ്ഥലമുണ്ട് ഇവിടെ, ഒരുപാട് സ്ഥലം. നമുക്കിവിടെ നിന്ന് നല്ല ഒരു കാറ്റ് കൊള്ളാനൊക്കെ ഇങ്ങനെ തോന്നും. നമുക്ക് ഒരു ഡേ പോരാ. ഞങ്ങൾ രാവിലെ മുതൽ 10 മുതൽ 10 to 5 ആണ് ഇവിടുത്തെ സമയം. നമുക്ക് ഡേ ഒരു ദിവസത്തെ അത്രയും പോരാ സത്യം പറഞ്ഞാൽ അവിടെ കാണാൻ. പിന്നെ ഇതിനോടൊപ്പം തന്നെ ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്. അതിനുമൊക്കെ നമ്മൾ കുറച്ച് സമയം ചിലവഴിച്ചു. ഇവിടെയൊക്കെ നമുക്ക് യോഗയൊക്കെ ചെയ്യാനുള്ള സ്ഥലമുണ്ടായിരുന്നു. ഞങ്ങളിപ്രാവശ്യം യോഗയൊന്നും ചെയ്തില്ല. കഴിഞ്ഞ ട്രിപ്പ് ഞങ്ങൾ ഒരിടത്ത് പോയപ്പോൾ അവിടെ ആ റിസോർട്ടിൽ നിന്ന് യോഗയൊക്കെ ചെയ്തായിരുന്നു. അതിൻ്റെ വ്ലോഗ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഋഷി യോഗ അക്കാഡമിയിൽ, ആ ചാനലിൽ. ഇവിടെ പിന്നെ അതിനൊന്നും സമയമില്ലായിരുന്നു. ഇവിടെ ഒട്ടും സമയമില്ലാതായി. ഇപ്പോൾ ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ കാണാൻ. അത് കാരണം എല്ലാവരും പല രീതിയിൽ നിന്ന് ഫോട്ടോ എടുപ്പായിരുന്നു. ഇവിടെ വെഡ്ഡിങ് പാർട്ടിയും ബർത്ത്ഡേ അങ്ങനെയൊക്കെയുള്ള ഫങ്ഷനൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് പെഡൽ ബോട്ടാണ്. നമുക്ക് ഇതിനകത്തൂടെ പോയി തന്നെത്താനെ നമുക്ക് ചവിട്ടി പോകാം. ഞങ്ങൾക്ക് ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് പെഡൽ ബോട്ടിലൊന്നും പോകാൻ സമയം കിട്ടിയില്ല. ഹൗസ് ബോട്ടിന് പോയി. നല്ല യാത്രയായിരുന്നു ആ ഈ കായലിലുള്ള യാത്ര തന്നെ. ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ ആ ഒരു വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുന്ന അതൊക്കെ വളരെ സന്തോഷം തരുന്നതായിരുന്നു. നല്ല തണുപ്പും കുളിർമയും. നമുക്ക് യാത്രയാണ് എപ്പോഴും സന്തോഷം തരുന്നത്. നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചു വെച്ചാലും യാത്രയെപ്പോലെ സന്തോഷം കിട്ടുന്ന ഒന്ന് തന്നെ ഇല്ല. നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ നമുക്ക് നഷ്ടമാവുകയും കിട്ടുകയും ചെയ്യും. പക്ഷേ എപ്പോഴും നമ്മുടെ ഓർമ്മ, യാത്ര, ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ നമ്മുടെ മെമ്മറിയിൽ എന്നും നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ കിട്ടുന്ന സമയത്ത് കുറച്ച് സമയമെങ്കിലും ഇതുപോലുള്ള യാത്രകൾ സുഹൃത്തുക്കളുമായിട്ട് പോവുക എന്നുള്ളത് വളരെ പോസിറ്റീവ് എനർജി തന്നെ തരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അവർ ഞങ്ങളുടെ കോട്ടേജ്, ഞങ്ങൾക്ക് താമസിക്കാൻ തന്ന റൂമാണ് അവിടെ അതിനകം. അതിൻ്റെ പുറത്ത് നിന്ന് ഇവിടെ ഫോട്ടോ എടുക്കുകയാണ്. കണ്ട ഞാനും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതവിടുത്തെ ആയുർവേദ സ്പാ സെൻറ്ററും ആയുർവേദ മസാജിങ് സെൻറ്ററും ഒക്കെയാണ്. ഇവിടെ താമസിക്കുന്നവർ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെ രണ്ടുപേരെയും കൂടെ നിർത്തി അവർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുവാണ്. തുപ്പിയൊക്കെ വെച്ച് ഞങ്ങളുടെ ഫോട്ടോ സെഷൻ എടുക്കുകയാണ്. പറയുന്നത് നമുക്കത് അവരുടെ കൂടെ നിൽക്കുമ്പോഴുള്ള സന്തോഷമാണ് എനിക്കും കൂടുതൽ സന്തോഷം തരുന്നത്. ഇനി അങ്ങോട്ട് പോവുകയാണ്. ബോട്ടിലോട്ടൊക്കെ പോകാനുള്ള പ്ലാനിലാണ്.
നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ് സ്ഥലങ്ങൾ. അതും എല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. നമുക്ക് കണ്ട് പറഞ്ഞാൽ തീരത്തില്ല, കണ്ട് തന്നെ നിങ്ങളത് അനുഭവിക്കണം. അത്രയും നല്ലൊരു റിസോർട്ടാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ബോട്ടിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇവിടെ. കുറച്ച് നേരം നിൽക്കണം. ഒരു ബോട്ട് പോയേക്കുന്നു അവിടെ. 1 മണിക്കൂർ 45 മിനിറ്റ് എങ്ങാണ്ടാണ് ബോട്ടിങ്. 5 പോയാൽ ആരുടെയെങ്കിലും ഒരു പാർട്ടി അവിടെ പോയേക്കാണ്. അപ്പോൾ അവരിങ്ങോട്ട് വരണം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ് എല്ലാവരും. എനിക്ക് എത്രയും വേഗം ബോട്ടിൽ കയറണം. അവർക്ക് ക്ഷമയെന്ന് പറഞ്ഞതില്ല. 6 ഇത് 6 ഇത് കായലല്ലേ. അല്ല, ഇത് വരുമ്പോ ആ ഒരു ഇത് വരുമല്ലോ. കവർ എടുത്തുണ്ടോ? ഭദ്രമായിട്ട് വന്നുകൊണ്ടിരിക്കുക. അവരൊത്തുകൂടുമ്പോൾ ഒരുപാട് സന്തോഷമാണ്, ഒരുപാട് കോമഡികളെല്ലാം. രണ്ട് ലിസി വന്ന് പല കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാവരും നല്ല തമാശക്കാരാണ്, പക്ഷേ ലിസി ഇത്തിരി കൂടുതൽ തമാശയാണ്. എല്ലാവരെയും ചിരിപ്പിക്കുന്ന ആളാണ് ലിസി. ലിസിയുടെ തമാശകളൊക്കെ അടിച്ചു വിടുകയാണ്. എല്ലാ തമാശകളൊന്നും നമുക്ക് ഇതിനകത്ത് ഇടാനും പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ ചുരുക്കി ചുരുക്കി ഇടുകയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യും. ഇതാ സ്പാ, ആയുർവേദ മസാജിങ് സെൻറ്റർ, സ്പായും ഒക്കെയാണ് അതിനകമാണ്. അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ധന്വന്തരി മൂർത്തിയാണ് നിൽക്കുന്നത്. ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അരയന്നങ്ങൾ നല്ല ഭംഗിയായിരുന്നു, അരയന്നങ്ങളെ കാണാൻ. നല്ല സൗണ്ടാണ് അതിൻ്റെ. ഞങ്ങളെ കണ്ടപ്പോൾ അത് കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുമായിരുന്നു. ഇവിടെ നിന്നാണ് യോഗയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ വിദേശികളൊക്കെ വന്ന് താമസിക്കുന്നുണ്ടല്ലോ, അവരിവിടെ വന്ന് യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷേ ഒരുപാട് എടുത്താലും നമുക്ക് ഈ കുറേ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, പക്ഷേ എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറ്റത്തില്ല. പ്രകൃതി രമണീയമായ സ്ഥലം. ഇനി അങ്ങോട്ട് വില്ലാസം ആ കിടക്കുന്ന വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുക സ്ഥലം. ബോട്ട് വെയിറ്റ് ചെയ്യുന്നവരങ്ങ് നിൽക്കുകയാണ്. ബോട്ട് വന്നിട്ടുണ്ട്. ഹൗസ് ബോട്ടിലേക്ക് എല്ലാവരും കയറാൻ പോവുകയാണ്. ഹൗസ് ബോട്ടാണ്. കാലെടുത്ത് ഹൗസ് ബോട്ടിൽ കയറാനുള്ള ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരുടെ ക്ഷമ നശിച്ച് ബോട്ടിൽ കയറാനുള്ള. ഇനി പോവുകയാണ്. രണ്ടാൾക്കാർ അതിലുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ആയിരുന്നു, 2 വിദേശികളാണ്. അവരവിടെ പോയിട്ട് വരികയാണ് ബോട്ടിങ്ങിന്. അപ്പോൾ അവർ ഈ ട്രിപ്പ് അവരായിരുന്നു പോയിരുന്നത്. ഞങ്ങളെയൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവർക്കും ബൈയൊക്കെ പറയുക. ഇനി ഓരോരുത്തരായിട്ട് ബോട്ടിൽ കയറുന്ന ബഹളമാണ്. അവർക്കിങ്ങനെ ഒത്തുകൂടണം എപ്പോഴും. നമ്മുടെ യോഗ ക്ലാസ്സിന് വന്നാലും എപ്പോഴുള്ള ചോദ്യം ഇങ്ങനെയാണ്, നമുക്ക് ടൂറിന് പോകണ്ടേ ടീച്ചറെ, എന്നാ നമ്മൾ പോകുന്നത് എന്നൊരു വിചാരം മാത്രമേ ഉള്ളവർക്ക്. എല്ലാവർക്കും ഒത്തുകൂടി ഭക്ഷണം കഴിക്കുക, കളിക്കുക, പാട്ട് പാടുക. അവരെല്ലാവരും അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞുങ്ങളാണ്. എല്ലാവരും അവരുടെ പ്രായങ്ങളൊന്നും നമ്മൾ അറിയത്തേയില്ല. അവരെല്ലാം കുട്ടികളായിട്ട്. അതാണ് നമ്മൾ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം. എപ്പോഴും നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. അതാണ് അവൻ്റെ പ്ലസ് പോയിൻ്റ്. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനും പറ്റും. എല്ലാവരും വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോ സീറ്റിലായിട്ട് ആൾക്കാർ
ഇരുന്ന് തുടങ്ങി. അടുത്ത പരിപാടി എന്തുവാണെന്ന് ഒപ്പിക്കുന്ന തീരുമാനങ്ങളിലൊക്കെ ഇരിക്കുകയാണ്. ഇതിനകത്ത് നിന്ന് എന്തെല്ലാം കാണിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ഒരുപാട് പാട്ടും ഡാൻസും ബഹളവും ഒക്കെ ആയിരുന്നു. ഇതെല്ലാം കൂടി ഒന്നും നമുക്കിതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ അവരുടെ പാട്ടൊന്നും കാണിക്കാത്തത് ഈ കോപ്പി റൈറ്റിംഗ് പ്രശ്നം വരും. അതാണ് നമുക്ക് ആ പാട്ടൊന്നും ഇടാൻ പറ്റാത്തത്. അത് നമ്മുടെ ചാനലിന് ദോഷമാണ്. യൂട്യൂബ് അതിന് സമ്മതിക്കത്തില്ല. അത് കാരണമാണ് അതൊന്നും ഇടാത്തത്. നല്ല ബഹളമായിരുന്നു അതിനകത്ത്, നല്ല സന്തോഷമായിരുന്നു. നമ്മളൊരു ടീച്ചറും സ്റ്റുഡൻറ്റും എന്ന പോലെ ഒന്നും ഒരിക്കൽ പോലും നമ്മളവരെ കണ്ടിട്ടില്ല. അവരുടെ ഒരാളായിട്ടാണ് ഞാനും അവരുടെ കൂടെ കൂടുന്നത്. എല്ലാവരും ഓറഞ്ച് കഴിക്കുക. കൊണ്ടുപോകല്ലോ. വലിയ കായലാണ്. നല്ല ഈ ചൂടത്ത് നമുക്ക് അവിടെ നല്ല കാറ്റും തണുപ്പും കുളിർമയൊക്കെ അനുഭവിക്കാൻ പറ്റും. നാൽപ്പത് മിനിറ്റ് നമുക്ക് ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോട്ടിംഗ് ഒരു 40 മിനിറ്റാണ്. എല്ലാം ഉൾപ്പെടുത്തിയ ഒരു പാക്കേജ് ആയിരുന്നു. പിന്നെ പൂളുണ്ടായിരുന്നു, സ്വിമ്മിംഗ് പൂൾ. അതും ഭയങ്കര രസമായിരുന്നു. എല്ലാവരും അതിൽ ഒരുപാട് ആസ്വദിച്ചു. അവർക്ക് പൂളിലൊക്കെ ഇറങ്ങുന്നത് ഒത്തിരി ഇഷ്ടമുള്ളവരാണ്. തിരിച്ച് ഞങ്ങൾ ഇറങ്ങുവാണ്. ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഇത് തിരിഞ്ഞൊന്നും പിടികിട്ടില്ല ആർക്കും. ഏത് സ്ഥലത്ത് പോകണമെങ്കിലും അവർ റെഡിയാണ്. എൻ്റെ ഒരു അനുവാദം മാത്രം കാത്തു നിൽക്കുകയാണ്. ഏത് സ്ഥലമെന്ന് പറഞ്ഞാൽ മാത്രം മതി, എല്ലാം റെഡിയാവും. അങ്ങനെയുള്ള ആൾക്കാരാണ് എൻ്റെ സ്റ്റുഡൻസ്. അവർക്ക് അത്രയും സന്തോഷം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതാണ് എല്ലായിടും അവർ നടന്ന് കാണുകയാണ്. നടന്ന് കണ്ട് തീർന്നില്ല. ഇനി ഫുഡിനുള്ള സമയമൊക്കെ ആയെന്നൊരു ബോയ് വന്ന് പറഞ്ഞു. പത്ത് മുതൽ 5 വരെയാണ് നമ്മുടെ ടൈം. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് ഫുള്ളൊന്നും കാണാൻ പറ്റത്തില്ല. അത്രയ്ക്കും കാണാനുണ്ട്. മുകളിലേക്കൊക്കെ കയറി പോവുകയാണ്. മുകളിലെ ഡൈനിങ് ഹാളാണ്. അവിടെയാണ് ഞങ്ങൾക്ക് ഫുഡിന് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പൂള്. ഞങ്ങളുടെ യൂണിഫോമാണ് ഋഷി യോഗ അക്കാഡമിയുടെ. അതിട്ടുകൊണ്ടാണ് എല്ലാവരും പൂളിലിറങ്ങിയത്. പൂളിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അത് നമുക്ക് വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല. എല്ലാവരും കൂടെ ഇരിക്കുന്നതൊന്ന് ഞങ്ങൾ കാണിക്കുകയാണ്. അവർ പൂളിലൊക്കെ ഇറങ്ങിയാൽ അവർ വലിയ സംഭവങ്ങളാണ്. അവരുടെ സന്തോഷമല്ലേ വലുത്. അവർ സന്തോഷിക്കാനാണ് വന്നത്. അവർ മാക്സിമം അത് ആസ്വദിച്ചിട്ടേ അവർ പോകത്തുള്ളൂ. നല്ല ബൊഗൈൻവില്ല. അതിൻ്റെ ഒരു കൊട്ടാരം തന്നെയാണെന്ന് പറയണം ബൊഗൈൻവില്ലയുടെ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയായിരുന്നു. എല്ലാവരും അതിൻ്റെ അടിയിൽ നിന്ന് ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു. ഫോട്ടോഷൂട്ടും വീഡിയോയും ഒക്കെ ഒരുപാട് എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ബൊഗൈൻവില്ലയുടെ അടി. ഒത്തിരി
ഇഷ്ടം പോലുണ്ട്. അങ്ങനെ പല പല ഇത് ഞങ്ങൾ ഇടയ്ക്കൊന്ന് കണ്ടതാണ്, അപ്പോൾ അവിടോട്ട് കയറിയതാണ്. അങ്ങനെ ഓരോന്നും നമ്മൾ കാണാത്തത് ഇനി അങ്ങോട്ട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്താലൊക്കെ എനിക്ക് തോന്നുന്നത് ഫുള്ള് കാണാൻ പറ്റത്തുള്ളെന്ന് തോന്നുന്നു, അത്രയ്ക്കും. ഞങ്ങൾ മുന്നേയും പല റിസോർട്ടുകളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ തന്നെ പറയുന്നത് ഇതാണ് ഏറ്റവും നന്നായിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഇത് തന്നെയായിരുന്നു അവരുടെ ജോലി മുഴുവനും, ഇത് തന്നെയായിരുന്നു. ഫോട്ടോയും ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഫോട്ടോഷൂട്ടായിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ പോയി വെള്ളം കുടിക്കാൻ പോവാണ്. എന്നിട്ട് ഈ ഫോട്ടോ എല്ലാം ഗ്രൂപ്പിലിട്ട്, നമ്മുടെ അക്കാഡമിയുടെ യോഗയുടെ ഗ്രൂപ്പുണ്ട്, എന്നിട്ട് ആസ്വദിക്കുകയാണ് അവരുടെ സന്തോഷം. ഇതിൽ നിന്നൊക്കെ മാത്രമാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്. എന്നും ഓർമ്മയിൽ നിൽക്കുന്ന സന്തോഷമാണിതൊക്കെ. സുഹൃത്തുക്കളുമായിട്ടും കൂട്ടുകാരുമായിട്ടും ഒക്കെ ഇങ്ങനെ പോകുന്നത്. വല്ലപ്പോഴൊക്കെ നമ്മൾ ഇറങ്ങണം. നമുക്ക് വേണ്ടി ഇത്തിരി സമയം നമ്മൾ കണ്ടെത്തണം. ഇത് ഡൈനിങ് ഹാളാണ്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്ന ഒരു പ്ലാനാണ്. മുകളിലേക്ക് കയറുകയാണ്. വലിയ ഡൈനിങ് ഹാളായിരുന്നു. ഒരുപാട് പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള വലിയ ഹാളാണ്. എല്ലാം നന്നായിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബർത്ത്ഡേ വെഡ്ഡിങ് ഫങ്ഷനൊക്കെ നടത്താറുണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് നല്ല ഫുഡാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാ തരത്തിലുള്ള ഫുഡും ഉണ്ടായിരുന്നു. നമുക്കൊരാൾക്ക് ആ ഫുഡൊന്നും കംപ്ലീറ്റ് കഴിച്ച് തീർക്കാൻ പറ്റത്തില്ല, സാധാരണ ഒരു വ്യക്തിക്ക്. അത്രയ്ക്ക് ഫുഡ് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ രീതിയിലും നമ്മുടെ കേരള സാധാരണ ഫുഡ്, പിന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡ്, ചൈനീസ് ഫുഡ്, എല്ലാ ഫുഡുകളും നമുക്ക് അവൈലബിൾ ആയിരുന്നു. മെനു ഒക്കെ നമുക്ക് അവർ അയച്ചു തന്നിരുന്നു. ലിസി ഇങ്ങനെ നോക്കുവാണ് ഏതൊക്കെയാണ് ഫുഡ് എന്നിങ്ങനെ നോക്കുകയാണ്. ലിസി ഇങ്ങനെ നടന്ന് ഓരോന്നും പൊക്കി നോക്കുക. കപ്പ ഉണ്ടായിരുന്നു, നല്ല മീൻകറി ഉണ്ടായിരുന്നു. കപ്പയ്ക്ക് മീൻകറി, പിന്നെ ചിക്കൻ തന്നെ പല രീതിയിലുണ്ടായിരുന്നു, മീൻ, ഫിഷ്, പിന്നെ പലതരം പുലാവുകൾ, ഫ്രൈഡ് റൈസ്, ബിരിയാണി, നമ്മുടെ സാധാരണ റൈസ്, പിന്നെ വെജിൻ്റെ പല രീതിയിലുള്ള എല്ലാ അവിയൽ, തോരൻ, പുളിശ്ശേരി, അച്ചാർ, പലതരം സലാഡുകൾ, ചോറ്, റൈസ് തന്നെ പല രീതിയിലുണ്ടായിരുന്നു. നമ്മുടെ നാടൻ ഫുഡുണ്ടായിരുന്നു. പിന്നെ അവിയൽ, സാമ്പാർ, തോരൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, സാലഡുകൾ, പലതരം സൂപ്പുകൾ. അത് വെറൈറ്റി സൂപ്പുകളായിരുന്നു, നല്ല വെറൈറ്റി സൂപ്പുകളായിരുന്നു. എല്ലാം വെജ് വേണ്ടുന്നവർക്ക് വെജ്, നോൺ വെജ് വേണ്ടുന്നവർക്ക് നോൺ വെജ്, എല്ലാ ഫുഡുകളും അറേഞ്ച് ചെയ്തിരുന്നു. പിന്നെ ഐസ്ക്രീം, പുഡിങ്, പിന്നെ പംകിൻ പായസം, എല്ലാം. ഞാൻ പറഞ്ഞില്ല, ഒരാൾക്ക് കംപ്ലീറ്റായിട്ട് കഴിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഫുഡ് അവിടെ നന്നായിട്ടവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. നമുക്കിവിടെ വരുന്നതിൽ നമ്മളിതിന് ഒരു ദിവസം ചിലവാക്കുന്നതിനൊന്നും നമുക്ക് യാതൊരു നഷ്ടവും തോന്നത്തില്ല. അത്രയും നല്ല പൂർണ്ണ സംതൃപ്തിയോടുകൂടി നമുക്ക് പോകാൻ പറ്റും. എല്ലാ ഫുഡൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാവർക്കും ഇനിയും വരണമെന്ന് പറഞ്ഞാണ് അവർ പോകുന്നത് തന്നെ. ബുഫയായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫുഡൊക്കെ എടുത്ത് അവർ കഴിക്കുകയാണ്. എല്ലാവരും നമുക്ക് എല്ലാവരും കൂടെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് ഒത്തിരി സന്തോഷമാണ്. എൻ്റെ സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ അക്കാഡമിയിലായാലും അവരെന്ത് ഫങ്ഷൻ, ബർത്ത്ഡേ, വെഡ്ഡിങ് ഡേ എല്ലാം അവർ നടത്തും. എല്ലാവരുടെയും അവർക്കിങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒത്തിരി സന്തോഷമുള്ള ആൾക്കാരാണ്. അവർ ചോദിച്ചു വയ്ക്കും എന്നാ വെഡ്ഡിങ് ഡേ അല്ലെങ്കിൽ എന്നാ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ബാക്കിയുള്ളവരെ കൂടെ ഒരു ട്രീറ്റ് നടത്തും. എന്നിട്ട് അവരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് സന്തോഷിക്കും. എല്ലാ വ്യക്തികളും ഒരേപോലെയാണ് സന്തോഷം. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. അവർക്ക് ഒരു ദിവസം ഇതിനായിട്ട് കണ്ടെത്തുക എന്നുള്ളത് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വീട്ടിലൊക്കെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി നിർത്തിയാണ് അവർ ഒരു ദിവസം ഇതിന് വരുന്നത്. നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ നമുക്ക് വേണ്ടി കുറച്ച് സമയം സന്തോഷിക്കാനായിട്ട് കണ്ടെത്തണം. ഇനി ഫുഡൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നു. നമുക്കൊരു റൂം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫുഡും കഴിച്ചിട്ട് കുറേ ആൾക്കാരങ്ങ് ഫോട്ടോ ഷൂട്ടിന് വീണ്ടും പോയിട്ടുണ്ട്. പൂളിലും ഒക്കെയാണ്. ഞങ്ങൾ 1-2 പേര് ഇങ്ങനെ റൂമിലോട്ടൊന്ന് പോയതാണ്. റൂമൊന്ന് തുറന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി റൂമൊന്ന് തുറക്കുകയാണ്.
ഞങ്ങളുടെ സാധനങ്ങളൊക്കെ നേരത്തെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് അവർ പോയി. അവർക്കിപ്പം റൂമിലൊന്നും കയറാനുള്ള സമയമേ ഇല്ല. അവർക്ക് പുറം സ്ഥലം മൊത്തം കണ്ട് തീർന്നിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. ഇതാണ് റൂം. എ സി ഒക്കെ ചാലുവാണ്. നല്ല റൂമായിരുന്നു. എ സി ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഞങ്ങളൊരു 20 പേരാണ് ഞങ്ങൾ വന്നത്. അവർക്ക് എല്ലാവർക്കും അവിടെ ഉപയോഗിക്കാം. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും എല്ലാം ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. നല്ല ടോയ്ലറ്റായിരുന്നു. എല്ലാ സൗകര്യമുള്ള ഒരു റൂമാണ്. ഇനി ഞങ്ങൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാം കൂടി ഇതിനകത്ത് ഇട്ടാൽ ഈ വീഡിയോ ഇന്നൊന്നും തീരത്തില്ല. ഒരുപാട് സമയം വേണം. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇട്ടില്ല, ചുരുക്കിയിട്ടേക്കുവാണ്. വളരെ സന്തോഷമായിരുന്നു നമുക്ക് യാത്ര. നല്ല സർവീസായിരുന്നു. നല്ല സ്റ്റാഫുകളുടെ ആയാലും എല്ലാം നല്ല പെരുമാറ്റങ്ങളും നല്ല ഫുഡും നല്ല സർവീസും ഒത്തിരി സന്തോഷം തന്നൊരു യാത്രയായിരുന്നു നമുക്ക്. നിങ്ങൾ തിരിച്ചു പോവുകയാണ്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. എൻ്റെ സ്റ്റുഡൻസിനെയും അവരുടെ കാര്യങ്ങളും ഈ സ്ഥലങ്ങളും എല്ലാം കണ്ട് ആസ്വദിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആണ്, അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെനിക്ക് വേറെ ഒരു വീഡിയോ ചാനലുണ്ട്, ഋഷി യോഗ അക്കാഡമി. അതൊരു 1 lakh സബ്സ്ക്രൈബർ കഴിഞ്ഞു. നിങ്ങളതും കാണണം. അത് യോഗ സംബന്ധമായ കാര്യങ്ങളാണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പം നമ്മൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ വണ്ടിയിലോട്ട് കയറാൻ പോവുകയാണ്. ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ പരവൂർ കോഴിക്കര ബീച്ചിൽ ഇറങ്ങി. പക്ഷെ അതൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. വീഡിയോ ഒരുപാടാവുമെന്ന് പറഞ്ഞ് അതെല്ലാം ഞങ്ങൾ കുറച്ചിരിക്കുകയാണ്. അങ്ങനെ വണ്ടിയിലോട്ട് കയറുകയാണ്. ഒത്തിരി സന്തോഷം തന്ന യാത്ര തന്നെയായിരുന്നു എനിക്കും എൻ്റെ സ്റ്റുഡൻസിനും. ഞങ്ങൾ സ്റ്റുഡൻസ് അല്ല, എല്ലാം എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. ഒത്തിരി സന്തോഷമായിരുന്നു ഈ ഒരു യാത്ര. ഈ ഒരു റിസോർട്ടും ഇഷ്ടപ്പെട്ട്. അപ്പോൾ നിങ്ങളും ആസ്വദിക്കുക. ഈ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരണം. എല്ലാ വീഡിയോകളും ഇതിന് മുന്നേ ഉള്ള ഒരുപാട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ അക്കാഡമിയിലുള്ള ആൾക്കാരെ ഇതേപോലെ യോഗ സംബന്ധമായ വീഡിയോ കാണണമെങ്കിൽ ഋഷി യോഗ അക്കാഡമിയും കാണുക. ചാനലും കാണുക. വണ്ടിയിലോട്ട് കയറുകയാണ് എല്ലാവരും. നിങ്ങൾക്ക് യോഗ സംബന്ധമായ എന്ത് കാര്യം വേണമെങ്കിലും ആ ചാനലിൽ നോക്കിയാൽ കാണാം. യോഗ ബ്യൂട്ടി ടിപ്സും അതിനകത്താണ്. ഇതിനകത്ത് വ്ളോഗൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഇത് പുതിയതാണ് തുടങ്ങിയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും യാത്രയാവുകയാണ്. എല്ലാവർക്കും ഇനിയും വരണമെന്ന ഒരു വിചാരത്തിൽ അവരോട് ചോദിച്ചു ഫാമിലി ട്രിപ്പിനൊക്കെ എത്രയാണെന്നൊക്കെ ചാർജൊക്കെ ചോദിച്ചിട്ടാണ് പോയേക്കുന്നത്. ഇനി ഫാമിലിയായിട്ട് വരണമെന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ്. ഒത്തിരി സന്തോഷം ആയിരുന്നു അവർക്കും എനിക്കും എല്ലാവർക്കും സന്തോഷം തരുന്ന യാത്രയായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട്. ഇനി ഞങ്ങൾ നല്ല സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ പോവും. പക്ഷേ ഇതുവരെ സ്റ്റേ ചെയ്തിട്ടില്ല ഇവരുമായിട്ട്. ഇനി സ്റ്റേ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി ഫോട്ടോ സെഷനൊക്കെ കാണിക്കാൻ കുറേ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഫോട്ടോയൊക്കെ കാണിക്കുകയാണ്. എല്ലാവരും കൂടെ എടുത്ത് ഒത്തിരി സന്തോഷം തരുന്ന നിമിഷമായിരുന്നു അത്. ഫോട്ടോകളുടെ ബഹളമാണ് അവർക്ക്. പല ഫോട്ടോ